ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സമയം കണ്ടെത്തിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ എൻ്റെ ക്ലാസ്സൊക്കെ കഴിയുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിരക്ക് പരിപാടികളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോയൊന്നും എടുക്കാൻ പറ്റാതിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് അങ്ങ് പോയില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴല്ലേ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തോന്നുക. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പോയില്ല, ഈ ക്ലാസ് കഴിയുന്ന ഒരു സമയമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ വ്ളോഗ് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഇപ്പോൾ സമയം 7:30 ആയി രാവിലെ. ഇത്രയും നേരത്തെ ഞാൻ സത്യം പറഞ്ഞ് എഴുന്നേൽക്കാറില്ല കേട്ടോ. ഇന്ന് എനിക്ക് ഓഫാണ്. അച്ചായനൊന്ന് ഓഫ് എടുത്തു. അപ്പോൾ ഞങ്ങൾക്കൊന്ന് പാസ്പോർട്ട് ഓഫീസിൽ പോകണം. ആളുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടി പാസ്പോർട്ട് ഓഫീസിൽ പോകണം. അപ്പോൾ അതിന് രാവിലെയാണ് അപ്പോയിൻമെൻറ്റ്. 11 മണി സമയത്താണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ബ്രാംപ്ടൺ ആണ് സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഏകദേശം 1 hour ട്രാവൽ ഉണ്ട് ബ്രാംപ്ടണിലേക്ക്. അപ്പോൾ ഒരു 9:30 ഇറങ്ങണം. അപ്പോൾ അതിന് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരത്തെയൊക്കെ എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ മസാല ദോശ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് മസാല ദോശയ്ക്കുള്ള മാവ് ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് മാവ് മേടിക്കാൻ കിട്ടും. ചട്നി ഞാൻ ഓൾറെഡി ഇന്നലെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ എനിക്ക് ഇന്ന് ഉണ്ടാക്കാനുള്ളത് മസാല ദോശയുടെ മസാല ഉണ്ടാക്കണം, ചായയും ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മസാലയായിട്ട് ഉണ്ടാക്കാൻ പോണേ ഗൈസ്. അപ്പോൾ ഞാൻ മസാല ദോശ ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങ് അടുപ്പത്ത് വെച്ചു. അപ്പോൾ സവാള എടുത്തേക്കുവാണ് ഇതിനെ അരിയാൻ വേണ്ടിയിട്ട്. പുറത്ത് പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ വിട്ട് കഴിഞ്ഞാലുള്ള ഒരു ഗുണം ഇതാണ് കേട്ടോ. കുക്കിങ്ങൊക്കെ പഠിക്കും. പിന്നെ കുക്ക് ചെയ്യാതെ വേറെ വഴിയില്ലല്ലോ. ഇത് കാണുന്ന എൻ്റെ അപ്പനും അമ്മയൊക്കെ ഞെട്ടിപ്പോവും. എന്താണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ തിളപ്പിച്ച് മസാല ദോശയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് അപ്പുറത്ത് പോകണേ. നാട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. എണീക്കുമ്പോഴത്തേക്കും ചായ സാധനങ്ങളൊക്കെ റെഡിയല്ലേ നമുക്ക്. അതൊക്കെ ഇവിടെ വന്നതുകൊണ്ട് വന്ന മാറ്റാണ് കേട്ടോ. അത് നല്ല കാര്യമാണ്. അതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റിയില്ല. കാര്യം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യാറ്. ഞാനല്ലാതെ ചെയ്യുന്നതല്ല കുക്കിങ്ങൊന്നും. പിന്നെ അപ്പം എന്നാലും നമ്മൾ ചെയ്യണ്ടല്ലോ. കാര്യം നാട്ടിലെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ തന്നെ ചായയും സാധനങ്ങളൊക്കെ എന്തായാലും റെഡി ആയിരിക്കും എഴുന്നേൽക്കുമ്പോഴത്തേക്കും. ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ എണീറ്റാൽ മാത്രമേ ചായ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എണീറ്റാലോ നമുക്ക് തിളപ്പിക്കണമല്ലോ. അപ്പോൾ ആ ഒരു വ്യത്യാസം. അപ്പോൾ ഇങ്ങോട്ടേക്ക് മക്കളെ വിടുന്ന പാരൻസിനോടാണ് ഞാൻ പറയുന്നത്, പിള്ളേർ കുക്കിംഗ് പഠിക്കും ഏതായാലും. അപ്പോൾ ഓക്കെ, നമുക്കിത് ഉണ്ടാക്കാം ഗൈസ്. ഞാനങ്ങനെ മസാല ദോശയുടെ മസാലയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ദോശ ചുടാനുള്ള പരിപാടിയാണ്. ഇതാണ് എൻ്റെ ദോശ ബാറ്റർ. ചെന്നൈ കാറ്റേഴ്സിൻ്റെ ഞാൻ മേടിച്ചിരിക്കുന്നത്. 2.7 kg വരുന്നുണ്ട് ഇത്. ഇതിലും കൂടുതലുണ്ടായിരുന്നു, ഞാൻ ഇത്രയും ഉപയോഗിച്ചതാണ്. ഞങ്ങൾ ശരിക്കും ഇത്രയും വലുതല്ലാട്ടോ മേടിക്കാറ്. ഞാൻ ഇതിൻ്റെ ചെറുതാണ് മേടിക്കാറ്. പിന്നെ ഇത്തവണ മേടിച്ചപ്പോൾ ഇച്ചിരി വലുത് മേടിച്ചെന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മേടിക്കണ്ടല്ലോ. പിന്നെ ഇത് നമുക്ക് മേടിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ബാറ്റർ കണ്ടോ, ഇത്ര ലൂസല്ല. ഇത് ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് ലൂസാക്കിയത്. അത് ടൈറ്റായിട്ടായിരിക്കുക, ഞാൻ ലൂസാക്കി. പിന്നെ ഉപ്പും ഉണ്ടാവില്ല കേട്ടോ, ഉപ്പും ഞാൻ ചേർത്തു. കാര്യം നമ്മൾ ഈ ധൃതി പിടിച്ച് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓരോ പ്രാവശ്യം വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് ബാറ്റർ ഇങ്ങനെ ലൂസാക്കി എടുക്കുമ്പോഴത്തേക്കും സമയം എടുക്കുമല്ലോ. ഒന്നാമത് നേരമുള്ളത് നേരത്തല്ലേ ഇതൊക്കെ ഉണ്ടാക്കണേ. അപ്പോൾ ഞാനത് അഡ്വാൻസായിട്ട് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദോശ ചൂടണം തോന്നിയാൽ ഇതങ്ങോട്ട് ചൂടും. അങ്ങനെ പരിപാടി. അപ്പോൾ ദോശ ചൂടാം ഗൈസ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടി മസാല ദോശകളാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ഇവിടെ കീറിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കഴിക്കാനല്ലേ. പിന്നെ ചായ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇത് കഴിച്ച് കുളിച്ച് ഫ്രഷായി പോകാനായിട്ട് റെഡി ആവട്ടെ. ഹേ ഗായ്സ്, ഞങ്ങളങ്ങനെ ഇറങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കാര്യം സമയം പടപടയെന്ന് അങ്ങോട്ട് പോവായിരുന്നു. വേഗം തന്നെ ഫുഡ് കഴിച്ച് ദോശ 2 തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. കഴിച്ച് ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറി ഇറങ്ങുമായിരുന്നു. സമയം കുറച്ച് ലേറ്റായിപ്പോയി. നമ്മൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്ക് ബ്ലോക്കും കാണിക്കണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ വേഗം ഇറങ്ങുമായിരുന്നു. 9:30 കഴിഞ്ഞു ഇറങ്ങിയപ്പോഴത്തേക്കും. ഇവിടെ നിന്ന് നമുക്ക് 74 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 52 മിനിറ്റ് എടുക്കും അവിടം വരെ എത്താൻ, ബ്രാംപ്ടൺ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു മഴക്കാറായിട്ടുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. മൂടി കെട്ടി നിൽക്കുക, മഴ പെയ്തിട്ടില്ല. അങ്ങനെ അച്ഛാ ദോശ എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറ. ഇച്ചിരി പുളി കൂടുതലായിരുന്നു കേട്ടോ. അതെന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇരുന്ന് പുളിക്കുകയെന്ന് തോന്നുന്നു. പുളി ഇച്ചിരി കൂടിപ്പോയി. എന്നാലും കുഴപ്പമില്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാൻ പറ്റൂലേ.
ആള് 2 തന്നെ കഴിച്ചു. പിന്നെ അത് സമയമില്ല എന്നിട്ടാ, സാധാരണ 3-4 കഴിക്കുന്നതാ. പിന്നെ നമ്മൾ പ്രൊഫഷണൽസ് അല്ലല്ലോ ഗൈസ്, നമുക്കറിയാവുന്ന പോലെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഉണ്ടാക്കി പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇച്ചിരി പുളി കൂടിപ്പോയി, എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ സ്വന്തമായിട്ട് മാവ് അരച്ചിട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കട്ടെ, അതെങ്ങനെയാന്നൊക്കെ നോക്കിയിട്ട്. അപ്പം ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ അപ്പോൾ ഈ പാസ്പോർട്ടിന് റിന്യൂവൽ അല്ല കേട്ടോ ഞങ്ങൾ ചെയ്യുന്നത്. എൻ്റെ പേര് ആളുടെ പാസ്പോർട്ടിൽ ആഡ് ചെയ്യുന്നത്, സ്പൗസ് നെയിം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിന് അപ്പോൾ ഈ കേംബ്രിഡ്ജ് ഭാഗത്തൊക്കെ താമസിക്കുന്നവർക്ക് ബ്രാംപ്ടണിലായിരിക്കും ഇതിൻ്റെ ഓഫീസ് വരിക, BLSൻ്റെ ഓഫീസ് വരിക. ഞാൻ ഓൺലൈനിൽ അപ്പോയിൻമെൻറ്റ് എടുത്തു, നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യില്ലേ അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് എടുത്തു. വേറെ ഫോമൊന്നും ഫില്ല് ചെയ്തിട്ടില്ല, അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഇന്ന് 11:30 ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്. അത് വേഗമൊന്നും ഇവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടില്ല കേട്ടോ. ഞാൻ ജൂലൈ 28 അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അന്ന് ബുക്ക് ചെയ്തത് കിട്ടിയിട്ട് എനിക്ക് ഇന്നാണ് കിട്ടിയത്. 1 മാസം എടുത്തു എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി, ഇച്ചിരി സമയം എടുക്കും ഇവിടെ കിട്ടാൻ വേണ്ടി. അങ്ങനെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എത്ര $, ആവും എന്നുള്ളതൊക്കെ ഞാൻ ആളിറങ്ങി കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു തരാം. തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഹേ ഗായ്സ്, ഞങ്ങളങ്ങനെ പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി. കട്ട പോസ്റ്റായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. ഒന്നാമത്തെ കാര്യം ഭയങ്കര തിരക്കായിരുന്നു. 11:20 അതിൻ്റെ അകത്ത് കയറിയെങ്കിലും അവർ വിളിച്ചത് 11:20 അപ്പോയിൻമെൻറ്റിന് 12 മണിക്കാണ് വിളിച്ചത്. കാര്യം ഇവിടെ ഓൺലൈനിൽ അപ്പോയിൻമെൻറ്റ് എടുക്കണവരല്ലാതെ നേരിട്ട് ക്യൂ വന്ന് നിന്ന് അങ്ങനെയും വിളിക്കുന്നുണ്ട്. അപ്പം മാറി മാറി അവർ വിളിക്കണേ. അപ്പോഴത്തേക്കും നമ്മൾ ഓൺലൈനിൽ അപ്പോയിൻമെൻറ്റ് എടുത്ത് ചെന്നിട്ടൊന്നും വലിയ കാര്യമില്ല, ഭയങ്കര തിരക്കായിരുന്നു. 12 മണിക്ക് അത് തുടങ്ങിയെങ്കിലും കുറേ ഡിലേ ആക്കുന്നുണ്ട്. ഇവരുടെ പ്രോസസ്സിംഗ് ഒക്കെ കുറേ ഡിലേ. ഇപ്പം നാട്ടിലെയൊക്കെ പാസ്പോർട്ട് ഓഫീസിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ, പാസ്പോർട്ടിൽ തന്നെ ഫോട്ടോ എടുക്കണമെങ്കിൽ ആ ഓഫീസറിൻ്റെ സിസ്റ്റത്തിൻ്റെ ഒപ്പം തന്നെ ഒരു ക്യാമറ ഉണ്ടാവും. നമ്മൾ അവിടെ ഇരുന്ന് തന്നെ ഫോട്ടോ എടുക്കുന്നു, അങ്ങനെ പോവുമല്ലേ. പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് അവിടെ നിന്ന് മാറി വേറൊരു കൗണ്ടറിൽ ഒന്ന് ക്യൂ നിന്ന് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയുടെ കോപ്പി നമുക്ക് തന്ന് അത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ കട്ട പോസ്റ്റായിരുന്നു അതിൻ്റെ അകത്ത്. ഇപ്പോൾ 1:50 കഴിഞ്ഞു, 2 മണിയാവാറായി, ഇപ്പോഴാണ് ഇറങ്ങണത് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ്. അതുപോലെ നല്ല തിരക്കുമാണ് കേട്ടോ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കുട്ടികളെയും കൊണ്ടൊക്കെ ആയിട്ട്. അങ്ങനെ അടിപൊളിയായിരുന്നു. $235 ആയിട്ടോ അവിടുത്തെ എല്ലാം കൂടി ആയിട്ട്. കാർഡ് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാം അല്ലേ? കാർഡ് പേയ്മെൻറ്റ് ചെയ്യാം, ക്യാഷ് കൊണ്ടുതരണം അങ്ങനെയൊന്നുമില്ല, കാർഡ് പേയ്മെൻറ്റാണ് ചെയ്തത്. പിന്നെ വരണവരോരോ പേനയായിട്ട് വരിക, ഞങ്ങൾ പേന എടുത്തില്ലായിരുന്നു. പേനയായിട്ട് വരിക. പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി കൊണ്ടുവരണം, ആളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി എടുത്തില്ലായിരുന്നു, അത് വേണമായിരുന്നു. ബാക്കി കുഴപ്പമുണ്ടായിരുന്നില്ല, ബാക്കി ഇതൊക്കെയായിരുന്നു വിഷയം. ഈ ഓർഗനൈസേഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ബാക്കി കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വിശന്ന് കുടൽ കത്തി ഇവിടെ അടുത്ത് തന്നെ മിസ്റ്റർ ജോൺസ് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് മലയാളീസിൻ്റെ. ഞങ്ങൾ അവിടെ പോയി ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ അവിടെ ഞങ്ങളങ്ങനെ മിസ്റ്റർ ജോൺസിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണ്. അവിടെ വെച്ച് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. എന്നാന്ന് വെച്ചാൽ അവിടെ പാട്ടൊക്കെ വെച്ചേക്കുമായിരുന്നു, ഭയങ്കര സൗണ്ടായിരുന്നു, അപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ മാത്രം ജസ്റ്റ് എടുത്തത്. നിങ്ങളാ കണ്ടതാണ് ഇൻറ്റീരിയർ. അവരുടെ ഇൻറ്റീരിയർ അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാ. പക്ഷെ പുറമേന്ന് നമുക്ക് മനസ്സിലാവില്ല ആകെ അത്രയും വലുപ്പമുണ്ട് എന്നൊക്കെ. പുറമേന്ന് ജസ്റ്റ് ഇങ്ങനെ അത്ര സെറ്റപ്പല്ല, ആകെ അടിപൊളിയാണ്. പക്ഷെ ഞങ്ങളൊന്ന് ചെന്നപ്പോഴത്തേക്ക് ഒരു മനുഷ്യനുണ്ടായിരുന്നില്ല. കഴിക്കണ സമയത്ത് ഒരാൾ വന്നതല്ലാണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് അടിപൊളിയായിരുന്നു. അച്ചായൻ കല്യാണ ബിരിയാണി ഓർഡർ ചെയ്തത്, ഞാൻ സാധാ ഫിഷ് കറി മീൽസ് ഓർഡർ ചെയ്തത്. രണ്ടും നല്ലതായിരുന്നു കേട്ടോ. $16 തന്നെ, രണ്ടിനും ഓരോന്നിനും $16 വെച്ച്. ഇതിക്ക് മുമ്പ് ഞങ്ങളവിടെ പോയിട്ടുണ്ട് മനുച്ചട്ടയൊക്കെ ആയിട്ട്, സമുദ്ര സദ്യ അന്ന് കഴിച്ചത്, അതും സൂപ്പറായിരുന്നു. ഞങ്ങൾ അന്ന് കഴിച്ചിട്ട് ഞാനത് സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് എവിടെ നിന്നാണ് കഴിച്ചതെന്ന്. മിസ്റ്റർ ജോൺസിന്ന് കഴിച്ച ഫുഡായിരുന്നു അത് സമുദ്ര സദ്യ വീക്കെൻഡ്സിൽ ഉള്ളൂ, ശനി ഞായർ മാത്രമേ ഉള്ളൂ. അതിന് 10-23 ഉണ്ടെന്ന് തോന്നുന്നു എമൗണ്ട്. പിന്നെ അൺലിമിറ്റഡും ആണ് ഫുഡ്, കറിയും ചോറും എല്ലാം അൺലിമിറ്റഡാണ്. നമുക്ക് ഇഷ്ടമുള്ള അത്ര നമുക്ക് മേടിച്ച് കഴിക്കാൻ പറ്റും.
വേറെന്താ അവരുടെ ഫുഡ്. പിന്നെ ഇവർക്ക് തന്നെ ഒരു ബ്രാഞ്ച് സ്കാർബ്രോയിലല്ലേ ഉള്ളത്, ആ സ്കാർബ്രോയിലും ഉണ്ട് കേട്ടോ. അവിടെയും ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അവിടെയും ഇതുപോലെ തന്നെ അടിപൊളി ഫുഡാണ്, നല്ല നല്ല സർവീസുമാണ്, നല്ല ഫുഡുമാണ്, എല്ലാം കൊണ്ടും അടിപൊളി തന്നെയാണ്. പിന്നെ ഇവിടെ പറയുവാണെങ്കിൽ ഈ ബ്രാംപ്ടന്റെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ ഈ ഷോപ്പിന്റെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ ഗ്രോസറി സ്റ്റോറും ഉണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിലത്തെ സാധനങ്ങൾ എല്ലാം അവിടെ കിട്ടും. ഇപ്പം ഈ രൂപങ്ങൾ, ഫോട്ടോ, കൊന്ത, നിലവിളക്ക്, പിന്നെ നാട്ടിലത്തെ ഓരോരോ പാത്രങ്ങൾ, ചട്ടിക്കലം, ഭക്ഷണ സാധനങ്ങൾ, എല്ലാ സാധനവും അവിടെ കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇവിടെ ഒന്ന് ഗ്രോസറിയിൽ നിന്ന് ഫുഡ് സാധനങ്ങൾ മേടിച്ച് നമുക്ക് തിരിച്ചു പോരാനായിട്ട് പറ്റും. അങ്ങനെ അടിപൊളിയായിരുന്നു. പാസ്പോർട്ട് ഓഫീസിൽ ആ പോസ്റ്റ് ഓഫീസിൽ മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞത്, അവിടെ നിന്ന് ഞങ്ങൾ ചൗമിഠായി മേടിച്ചു കേട്ടോ. അതേ നാട്ടിൽ നമ്മൾ കിട്ടുന്ന സാധനം, അത് നമ്മൾ ഇവരുടെ മിസ്റ്റർ ജോൺസിൻ്റെ ഗ്രോസറി സ്റ്റോറിൽ നിന്ന് കിട്ടിയതാണ്. ഒരെണ്ണത്തിന് 10 സെൻറ്റ്, അങ്ങനെ $1 ഞങ്ങൾ മേടിച്ചത്. 10 ചൗമിഠായി മേടിച്ചു. ഇതൊക്കെ നാട്ടിൽ വെച്ച് കിട്ടുമ്പോഴത്തേക്കും, നാട്ടിലിപ്പോൾ ഇത് കിട്ടാനുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ 10 സെൻറ്റിന് നമുക്ക്, ഞങ്ങളുടെ അവിടെ ഇങ്ങനത്തെ മിഠായൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞങ്ങളുടെ അവിടുത്തെ മലയാളി സ്റ്റോറിൽ. ഇവിടെ കുറച്ചും കൂടെ ആ വക സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അത് ഞങ്ങൾ മേടിച്ചു, നാട്ടിലെ ഓർമ്മകളായി പറക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗായ്സ്, ഞങ്ങളങ്ങനെ അവിടെ പോയി പുറത്തൊക്കെ പോയി തിരിച്ച് വന്ന് കുളിച്ച് ഫ്രഷായി. ഇപ്പം ഞങ്ങൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കണ്ടോ, ഫ്രൂട്ട് സലാഡ്. അപ്പോൾ ഇതും കൂടെ കഴിച്ച് കുറച്ച് സമയം TV ഒക്കെ കണ്ട് നമ്മളങ്ങനെ കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ കിടക്കും. നാളെ രാവിലെ ഞങ്ങൾക്ക് ജോലിക്കൊക്കെ പോകാനുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരേക്കും ബൈ.